ഇനി കണ്ണൂരിലേക്കാണ്. അവിടെ മാടായി കോളേജിലെ നിയമനത്തിൽ പുതിയ ആരോപണം കൂടി ഉയരുകയാണ്. നിയമനം ലഭിച്ചവരിൽ നിന്ന് കോഴ വാങ്ങിയെന്ന് അഭിമുഖത്തിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗാർത്ഥി പറയുകയാണ്. 15 ലക്ഷം രൂപ കോഴ വാങ്ങിയാണ് നിയമനമെന്നാണ് ആരോപണം. നേരത്തെ തീരുമാനിച്ചിട്ടും വിളിച്ചു വരുത്തി അപമാനിച്ചതായും പരാതിയുണ്ട്. ശനിയാഴ്ച നടന്ന ഇന്റർവ്യൂവിൽ രണ്ടാമത് ഇന്റർവ്യൂ ചെയ്തത് തന്നെയാണ്. അതേസമയം തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ള സർക്കാർ പ്രതിനിധിക്ക് ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MPയുടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി പരട്ടി പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ടിയുള്ള സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു. ആ പരാതിയുടെ കോപ്പിയാണിത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ MP പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇത് സർക്കാർ പ്രതിനിധി ഇതിൻ്റെ കോപ്പി സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൂടി അദ്ദേഹം ഇതിൽ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഫെലിക്സ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഒരു ഭാഗത്ത് അടികൊള്ളാൻ കോൺഗ്രസ് പ്രവർത്തകരും ജോലി കിട്ടാൻ CPM പ്രവർത്തകരുമെന്ന വലിയ ആരോപണം MK രാഘവനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സജീവമായി ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ പുതിയൊരു ആരോപണം, അതായത് നിയമനം ലഭിച്ചത് കോഴ വാങ്ങിയാണ്, ലക്ഷങ്ങൾ വാങ്ങിയാണെന്ന ആരോപണം ഒരു ഉദ്യോഗാർത്ഥി വരുന്നു. അത് വെറുതെ പറയുക മാത്രമല്ല, അത് പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. ആരാണ് TV നിതീഷ്? എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഈ രാവിലെ MK രാഘവൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നത് ഈ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സുതാര്യമാണ് എന്നതാണ്. എന്നാൽ അതിന് മറുപടിയാണ് ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥി തന്നെ വെളിപ്പെടുത്തുന്നത്. അയാൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ കല്യാശ്ശേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ നിതീഷാണ് ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറയുന്നത്. ഈ മാടായി കോളേജിലെ നിയമനം 2 പേർക്ക് നിയമനം നൽകി. ഈ 2 പേരിൽ ഒരാൾ ഈ പറയുന്ന MPയുടെ ബന്ധുവും DYFI പ്രവർത്തനമാണ്, മറ്റൊരാളും DYFI പ്രവർത്തനമാണ്. അങ്ങനെ 2 DYFI പ്രവർത്തകർക്കാണ് നിയമനം നൽകിയിട്ടുള്ളത്. ഒരാൾ MK രാഘവന്റെ ബന്ധുവാണ്. ഈ നിയമനങ്ങൾക്ക് 15 ലക്ഷം രൂപ വരെ കോഴ വാങ്ങി എന്നതാണ് ആരോപണം. MK രാഘവൻ MP ചെയർമാനായ കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ് മാടായി കോളേജിന്റെ ഭരണസമിതി. ആ കോർപ്പറേറ്റീവ് സൊസൈറ്റി പ്രത്യേകിച്ചും ഈ ചെയർമാൻ അടക്കമുള്ളവർ 15 ലക്ഷം രൂപ കോഴ വാങ്ങിയാണ് ഇങ്ങനെ ഒരു നിയമനം നടത്തിയത് എന്ന ഗുരുതര ആരോപണമാണ് ഒരു MPക്കെതിരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടി ഉന്നയിക്കുന്നത്. അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ നിതീഷും ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ നിതീഷിന് ജോലി ലഭിച്ചില്ല. അതേസമയം DYFI പ്രവർത്തകർക്കും ഒപ്പം തന്നെ DYFI പ്രവർത്തകനും MK രാഘവന്റെ MPയുടെ ബന്ധുവിനും ജോലി ലഭിക്കുകയും ചെയ്തു. ഇതാണ് കോൺഗ്രസിന് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധം MK രാഘവൻ MPയുടെ പരാതി കൊടുത്തത് ഫെലിക്സ്. ഇപ്പോൾ അദ്ദേഹം പരാതി നൽകിയിട്ടുള്ളത് ഈ പറയുന്ന അഭിമുഖ പാനലിലെ സർക്കാർ പ്രതിനിധി, അതായത് ഈ ഇന്റർവ്യൂ ചെയ്തതിൽ ഒരു സർക്കാർ പ്രതിനിധി കൂടിയുണ്ട് ആ ഇന്റർവ്യൂ ബോർഡിലെ സർക്കാർ പ്രതിനിധിക്കാണ് ഇയാൾ ഇപ്പോൾ ഈ നിതീഷ് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷെ ആ പരാതിയിൽ എന്തായിരിക്കും നടപടി എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഈ നിയമനം ഇന്റർവ്യൂവിന് ശേഷം ഈ 2 പേർക്കും DYFIയുടെ പ്രവർത്തകരായ 2 പേർക്കും അതിലൊരാൾ MK രാഘവൻ MPയുടെ ഈ 2 പേർക്കും നിയമനം നൽകുകയും ചെയ്തു. ഇന്നലെയാണ് നിയമനം നൽകിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ ഉയരുന്നുണ്ട്. MK രാഘവൻ MPക്കെതിരെ പരസ്യ പ്രതിഷേധമുണ്ടായിരുന്നു, കോലം കത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ MK രാഘവൻ MPയുടെ പയ്യന്നൂരിലെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസിന്റെയും പ്രാദേശിക നേതൃത്വം. ഈ ഭിന്നശേഷി നിയമനം നൽകേണ്ട ഒരു പോസ്റ്റാണ് എന്നുള്ളതാണ് ഇന്ന് MK രാഘവൻ രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആ രീതിയിലുള്ളൊരു വിശദീകരണം, അതായത് സുപ്രീം കോടതിയുടെ കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. ഇപ്പോൾ പരാതി പറയുന്ന ആളുകളൊക്കെ കോടതിയിലേക്ക് പോയാൽ ഇതിലപ്പുറം മറ്റൊരു നിയമനം നടക്കില്ല എന്നുകൂടി MK രാഘവൻ പറയുന്നുണ്ടായിരുന്നു. അതിനാണ് ഏറ്റവും ആരോപണം ഇവരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. അതായത് ഈ കോഴ വാങ്ങി 15 ലക്ഷം രൂപയടക്കം കോഴ വാങ്ങി ഇത്തരത്തിൽ ബന്ധവും ഒപ്പം തന്നെ മറ്റുള്ള പാർട്ടിക്കാർക്ക് നിയമനം നൽകുന്നു എന്നൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതായത് ഏത് ഭിന്നശേഷി ഏത് നിയമനമായിക്കട്ടെ, പക്ഷേ ഒരു ഉദ്യോഗാർത്ഥിയിൽ നിന്നും 15 ലക്ഷത്തോളം കോഴ വാങ്ങി ഇങ്ങനെ ഒരു നിയമനം നടത്താൻ MP ചെയർമാനായ ഈ മാടായി കോളേജിന്റെ കോർപ്പറേറ്റീവ് സൊസൈറ്റി തയ്യാറായി എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ കോഴ വാങ്ങി അവിടെ നിയമനം നടത്തുന്നു. അതേസമയം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത അടികൊണ്ട പ്രത്യേകിച്ചും പറയുന്ന മേഖലകൾ കല്യാശ്ശേരി പയ്യന്നൂർ മേഖലകൾ ഇപ്പോൾ ആരോപണങ്ങൾ കടുക്കുകയാണ് MK രാഘവൻ MPക്കെതിരെ.